നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും കൗതുകമുളവാക്കുന്ന ലോകങ്ങളിൽ ഒന്നാണ് ജൂപ്പിറ്ററിന്റെ ഒരു ഉപഗ്രഹമായ IO. ഇത് വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു ഉപഗ്രഹമാണ്. സാധാരണ മറ്റു ഉപഗ്രഹങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ലോകമാണ് IO. ഇവിടെ ഇപ്പോഴും പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ധാരാളം ഭീമൻ അഗ്നിപർവ്വതങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിൽ കാണുന്നത് പോലത്തെ അതിമനോഹരമായ ഓറോറകൾ ഇവിടെയുമുണ്ട്. ഇതിനു പുറമെ മാരകമായ സൾഫർ ഡയോക്സൈഡ് നിറഞ്ഞ കനം കുറഞ്ഞ ഒരു അന്തരീക്ഷവുമുണ്ട്. ഇതിൻ്റെ ഉപരിതലത്തിൽ ധാരാളം കായലുകൾ ഒഴുകുന്നത് കാണാം. പക്ഷേ ഈ കായലുകളിലുള്ളത് ജലമല്ല, മറിച്ച് അഗ്നിപർവ്വത ദ്രവമാണ്. ശരിക്കും വീനസിന് പുറമെ സൗരയൂഥത്തിലെ നരകതുല്യമായ മറ്റൊരു ലോകമാണ് IO. ഈ മാരകമായ ഉപഗ്രഹത്തിന്റെ സവിശേഷതകളും പ്രത്യേകതകളും എന്താണെന്നും ഇവിടെ നിന്നും കണ്ടെത്തിയ വിചിത്രവും അത്ഭുതകരവുമായ പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ജൂപ്പിറ്ററിന് ചുറ്റും വലം വയ്ക്കുന്ന ചെറുതും വലുതുമായ 80 ഉപഗ്രഹങ്ങളെ ഇതുവരേക്കും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലേറ്റവും വലുതും മാസ് കൂടിയതുമായത് ഗലീലിയോ ഗലീലി 1610 കണ്ടെത്തിയ 4 ഉപഗ്രഹങ്ങളാണ്. അതായത് ഗാനിമേഡ്, യൂറോപ്പ, IO, കാലിസ്റ്റോ. ഇവയെ ഗലീലിയൻ മൂൺസ് എന്നാണ് പറയുന്നത്. 80 ഉപഗ്രഹങ്ങളിൽ ഈ ഗലീലിയൻ മൂൺസ് ഉൾപ്പെടെയുള്ള വെറും 8 എണ്ണം മാത്രമാണ് ജൂപ്പിറ്ററിന്റെ വളരെ അടുത്ത് നിലനിൽക്കുന്നത്. ജൂപ്പിറ്ററിന്റെ ഏറ്റവും അടുത്തുകൂടെ വലം വയ്ക്കുന്ന മെറ്റീസ് എന്ന ഉപഗ്രഹം ജൂപ്പിറ്ററിൽ നിന്നും വെറും 1,28,000 കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓർക്കുക, നമ്മുടെ ചന്ദ്രൻ പോലും ഭൂമിയിൽ നിന്നും ശരാശരി 3,84,000 കിലോമീറ്റർ ദൂരത്തിലാണ് നിലനിൽക്കുന്നത്. ജൂപ്പിറ്ററിന്റെ IO ഉൾപ്പെടെയുള്ള ഈ 8 ഉപഗ്രഹങ്ങളും ടൈഡലി ലോക്ക്ഡ് ആണ്. അതായത് ഈ ഉപഗ്രഹങ്ങളുടെ ഒരു വശം മാത്രമായിരിക്കും എപ്പോഴും ജൂപ്പിറ്ററിനെ അഭിമുഖീകരിച്ച് നിൽക്കുന്നത്. ഇതിനുശേഷമുള്ള ബാക്കി ഉപഗ്രഹങ്ങളൊക്കെ ജൂപ്പിറ്ററിൽ നിന്നും ശരിക്കും അകലെയാണ്. അതുപോലെ തന്നെ അവ വളരെ ചെറുതുമാണ്. സിനോപ്പ് എന്നാണ് ജൂപ്പിറ്ററിന്റെ ഏറ്റവും അകലെയുള്ള ഉപഗ്രഹത്തിന്റെ പേര്. ജൂപ്പിറ്ററിൽ നിന്നും ശരാശരി 2.5 കോടി കിലോമീറ്റർ ദൂരത്തിലൂടെയാണ് ഇത് ജൂപ്പിറ്ററിനെ വലം വയ്ക്കുന്നത്. ഇതൊരു തവണ ജൂപ്പിറ്ററിനെ വലം വയ്ക്കാൻ 800 ദിവസങ്ങൾ എടുക്കും. അതായത് 2.5 വർഷത്തിൽ കൂടുതൽ സമയം. ജൂപ്പിറ്ററിന്റെ വളരെ അടുത്തുകൂടെയാണ് IO വലം വയ്ക്കുന്നത്. ജൂപ്പിറ്ററിൽ നിന്നും ശരാശരി 3.5 ലക്ഷം കിലോമീറ്റർ ദൂരത്തിലാണ് IO. അതായത് ഭൂമിയിൽ നിന്നും ചന്ദ്രൻ നിലനിൽക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ കുറഞ്ഞ ദൂരത്തിൽ. അപ്പോൾ ഭൂമിയുടെ ആകാശത്തിൽ ചന്ദ്രനെ കാണുന്നതിൻ്റെ 40 മടങ്ങ് വലുതായിട്ടായിരിക്കും IOയുടെ ഉപരിതലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ജൂപ്പിറ്ററിനെ കാണാൻ സാധിക്കുന്നത്. IO ഒരു തവണ ജൂപ്പിറ്ററിന് ചുറ്റും വലം വയ്ക്കുന്നത് വെറും 42.5 മണിക്കൂറുകൾ കൊണ്ട് മാത്രമാണ്. താരതമ്യേന പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും വലം വയ്ക്കുന്നത് ഏകദേശം 1 മാസം കൊണ്ടാണ്. IO, യൂറോപ്പ, ഗാനിമേഡ് എന്നീ 3 ഉപഗ്രഹങ്ങളും പരസ്പരം സിങ്ക് ആയിട്ടാണ് ജൂപ്പിറ്ററിന് ചുറ്റും വലം വയ്ക്കുന്നത്. അതായത് കൃത്യമായി യൂറോപ്പ ഒരു തവണ വലം വയ്ക്കുമ്പോൾ IO 2 തവണ വലം വയ്ക്കും. അതുപോലെ തന്നെ ഗാനിമേഡ് ഒരു തവണ വലം വയ്ക്കുമ്പോൾ IO 4 തവണ വലം വയ്ക്കും. ഈ ഒരു ക്രമത്തിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകാറില്ല. IO വളരെ അടുത്തായതുകൊണ്ട് തന്നെ ജൂപ്പിറ്ററിന്റെ അതിശക്തമായ ഗ്രാവിറ്റി കാരണം ചില സമയങ്ങളിൽ IOയുടെ ഉപരിതലത്തിൽ വലിയ രീതിയിലുള്ള ടൈഡൽ ബൾജ് ഉണ്ടാകാറുണ്ട്. എന്നുവെച്ചാൽ ചന്ദ്രന്റെ ഗ്രാവിറ്റി കാരണം ഭൂമിയിൽ വേലിയേറ്റം ഉണ്ടാകുന്നത് പോലെ ജൂപ്പിറ്ററിന്റെ ഗ്രാവിറ്റി IOയുടെ ഉപരിതലത്തിനെ വലിക്കുന്നതാണ്. പക്ഷേ ഭൂമിയിൽ ഈ ടൈഡൽ ബൾജിന്റെ ആഘാതം താരതമ്യേന വളരെ ചെറുതാണ്. പരമാവധി 2 മീറ്റർ ഉയരം വരെയാണ് ഭൂമിയിൽ ടൈഡൽ ബൾജ് ഉണ്ടാകാറുള്ളത്. എന്നാൽ IOയിൽ അത് 100 മീറ്റർ ഉയരം വരെ എത്താറുണ്ട്. ജൂപ്പിറ്ററിന്റെ 3ാമത്തെ വലിയ ഉപഗ്രഹവും സൗരയൂഥത്തിലെ 4ാമത്തെ വലിയ ഉപഗ്രഹവുമാണ് IO. ഇതിന്റെ വലിപ്പവും മാസും സാന്ദ്രതയുമൊക്കെ ഏകദേശം നമ്മുടെ ചന്ദ്രന് സമാനമാണ്. അപ്പോൾ ഗുരുത്വാകർഷണ ബലവും ചന്ദ്രന് തുല്യമായിരിക്കും. സൗരയൂഥത്തിലെ മറ്റ് വലിയ ഉപഗ്രഹങ്ങളിലൊക്കെ ഭൂരിഭാഗവും ഐസ് നിറഞ്ഞതാണ്. എന്നാൽ IOയുടെ ഉപരിതലം മുഴുവൻ സിലിക്കേറ്റും മറ്റ് ലോഹ പദാർത്ഥങ്ങളുമൊക്കെ അടങ്ങിയ പാറകളാണ്. അതുമാത്രമല്ല, ശരിക്കും സോളാർ സിസ്റ്റത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ തോതിൽ ജലാംശമുള്ള ഏതാനും ചില ബഹിരാകാശ വസ്തുക്കളിൽ ഒന്നാണ് IO. അത് മറ്റുപഗ്രഹങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ IOയുടെ ഒരു പ്രത്യേകതയാണ്.
അയോയുടെ കോർ ഭാഗം നിർമ്മിതമായിരിക്കുന്നത് അയൺ അല്ലെങ്കിൽ അയൺ സൾഫൈഡ് കൊണ്ടാണ്. ഈ ലോഹനിർമ്മിതമായ കോർ ഭാഗം ഭൂമിയുടെ കോറിനെ പോലെ അത്യധികം ചൂട് കൂടിയതോ ഇളകി മറിയുന്നതോ ആയ ഒന്നല്ല. കാരണം അങ്ങനെയായിരുന്നെങ്കിൽ അയോയ്ക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ അയോയ്ക്ക് അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. ക്രസ്റ്റിനടിയിലുള്ള മാൻഡിൽ ഭാഗം ഉരുകിയ അവസ്ഥയിലാണ്. ഈ ഉരുകിയ ലോഹങ്ങൾ കട്ടി കുറഞ്ഞ ക്രസ്റ്റിന്റെ പല ഭാഗങ്ങളിലൂടെയും അഗ്നിപർവ്വത ദ്രവമായി പൊട്ടി പുറത്തേക്കൊഴുകാറുണ്ട്. ഈ അഗ്നിപർവ്വതങ്ങൾ തന്നെയാണ് അയോയുടെ ഉപരിതലത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയും. ഇപ്പോഴും ആക്റ്റീവായ 100 കണക്കിന് ഭീമൻ അഗ്നിപർവ്വതങ്ങൾ ഈ ഉപഗ്രഹത്തിലുണ്ട്. 1970കളിലാണ് അയോയെക്കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. നാസ 1973 അയച്ച പയോനിയർ 11 എന്ന ബഹിരാകാശ പേടകത്തിലൂടെയാണ് നമ്മൾ ആദ്യമായി അയോയുടെ ചിത്രം കാണുന്നത്. അയോയുടെ ഉപരിതലത്തിൽ ജലാംശമില്ല എന്നും അതിന് വളരെ കനം കുറഞ്ഞതായ ഒരു അന്തരീക്ഷമുണ്ടെന്നും ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് പയോനിയർ 11ലൂടെയാണ്. അതിന് മുന്നേ പയോനിയർ 10 പേടകവും അയോയുടെ ചിത്രങ്ങൾ പകർത്താൻ ശ്രമിച്ചു. എന്നാൽ ജൂപ്പിറ്ററിന്റെ അതിശക്തമായ റേഡിയേഷൻ വന്ന് പതിച്ചതു കാരണം പയോനിയർ 10ന് ചിത്രം പകർത്തി അയച്ചു തരാൻ കഴിഞ്ഞില്ല. ശേഷം 1979 നാസയുടെ വോയേജർ പേടകങ്ങൾ ജൂപ്പിറ്ററിന്റെയും അതിന്റെ ഉപഗ്രഹങ്ങളുടെയും ചിത്രങ്ങൾ പകർത്തിയിരുന്നു. വോയേജർ 1 വെറും 20,000 കിലോമീറ്റർ ദൂരത്തിലൂടെ പോവുകയും അയോയുടെ വളരെ വ്യക്തവും മനോഹരവുമായ ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു. വോയേജർ 1ൽ നിന്നും ലഭിച്ച വിവരങ്ങൾ നമുക്ക് ഈ ഉപഗ്രഹത്തിനെക്കുറിച്ച് മനസ്സിലാക്കാൻ അത്യധികം ഉപകാരപ്പെട്ടു. എവറസ്റ്റിനേക്കാൾ ഉയർന്ന മലനിരകളും 100 കണക്കിന് കിലോമീറ്ററോളം വ്യാസമുള്ള അതിഭീമൻ അഗ്നിപർവ്വതങ്ങളും ലാവ ഒഴുകുന്ന നദികളും കായലുകളും അങ്ങനെ അയോയുടെ ഉപരിതലത്തിന്റെ പല സവിശേഷതകളും വോയേജർ 1 നമുക്ക് കാണിച്ചു തന്നു. ശരിക്കും നമ്മൾ ഇതുവരേക്കും ഭൂമിക്ക് പുറത്ത് ഇപ്പോഴും പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളെ നേരിട്ട് കണ്ടിട്ടുള്ളത് അയോയിൽ മാത്രമാണ്. അയോയുടെ ഉപരിതലം നിറയെ പല തരത്തിലുമുള്ള സൾഫർ മഞ്ഞുണ്ടെന്നും വോയേജർ 1ലൂടെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുമാത്രമല്ല, അന്തരീക്ഷത്തിലും ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം സൾഫർ തന്നെയാണ്. ഈ സൾഫർ ധാതുക്കളാണ് അയോയ്ക്ക് വളരെ വ്യത്യസ്തമായ നിറങ്ങൾ നൽകുന്നതും. വോയേജർ 1ന് പുറമെ വോയേജർ 2വും അയോയുടെ ചിത്രങ്ങൾ പകർത്തിയിരുന്നു. പക്ഷേ വോയേജർ 2 അയോയിൽ നിന്നും ഏകദേശം 10 ലക്ഷം കിലോമീറ്റർ ദൂരത്തിലൂടെയാണ് പറന്നു പോയത്. അതിനാൽ തന്നെ അധികം വ്യക്തതയുള്ള ചിത്രങ്ങളൊന്നും അതിന് പകർത്താനായില്ല. എങ്കിലും 7 അഗ്നിപർവ്വതങ്ങളിൽ നിന്നും വമിക്കുന്ന വലിയ പുകപടലങ്ങളെ വോയേജർ 2വിലൂടെ കണ്ടു. അതേ പർവ്വതങ്ങളിൽ നിന്നും വമിക്കുന്ന പുകപടലങ്ങളെ വോയേജർ 1ലൂടെയും കാണാൻ സാധിച്ചതാണ്. വോയേജർ 1 കടന്നുപോയി 4 മാസങ്ങൾക്ക് ശേഷമാണ് വോയേജർ 2 അവിടെ എത്തിയത്. അപ്പോൾ ആ അഗ്നിപർവ്വതങ്ങൾ അത്രയും മാസങ്ങളിലും അവിടെ ആക്റ്റീവ് ആയിരുന്നുവെന്നാണ് അതിനർത്ഥം. ഏറ്റവും വ്യക്തമായ ചിത്രങ്ങൾ ലഭിച്ചത് 1989 അയച്ച നാസയുടെ ഗലീലിയോ പേടകത്തിലൂടെയാണ്. 1995 ഇതവിടെ എത്തിയത്. അയോയുടെ ഉപരിതലത്തിന്റെ ഏറ്റവും കൂടുതൽ സമഗ്രമായ ചിത്രങ്ങൾ പകർത്തിയത് ഗലീലിയോ പേടകമാണ്. അഗ്നിപർവ്വതങ്ങളിൽ നിന്നും പൊട്ടി ഒഴുകുന്ന ലാവയുടെ ദൃശ്യങ്ങൾ ഈ ചിത്രത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അയോയുടെ ഉപരിതലം അത്യധികം വർണ്ണശബളമാണ്. സൾഫറിൽ നിന്നുമാണ് ഇതിന്റെ മഞ്ഞ നിറം ലഭിക്കുന്നത്. ചിലയിടത്ത് വെള്ള നിറം കാണുന്നത് സൾഫർ ഡയോക്സൈഡിന്റെ മഞ്ഞാണ്. ധ്രുവങ്ങളിൽ നോക്കുമ്പോൾ ബ്രൗൺ നിറത്തിൽ കാണപ്പെടുന്നത് ശരിക്കും സൾഫറിൽ കഠിനമായ റേഡിയേഷൻ പതിക്കുന്നത് കൊണ്ടാണ്. ചിലയിടങ്ങളിൽ ചുവന്ന നിറവും കാണാൻ കഴിയും. അത് ശരിക്കും അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളിലൂടെ അന്തരീക്ഷത്തിന് മുകളിലെത്തുന്ന പുക പടലങ്ങളാണ്. അയോയുടെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം എന്നത് ലോഗി പ്ലേറ്റേറയാണ്. ഏകദേശം 202 കിലോമീറ്ററാണ് ഇതിന്റെ മുകളിലത്തെ അഗ്നിപർവ്വതം പുറത്തു വരുന്ന ക്രേറ്ററിന്റെ വ്യാസം. സാധാരണഗതിയിൽ അയോയുടെ 25% ചൂടിന്റെയും കാരണം ലോഗിയാണ്. ഇതുപോലെ അയോയിലുള്ള മറ്റൊരു വലിയ അഗ്നിപർവ്വതമാണ് ട്വാസ്റ്റാർ. 2007 പ്ലൂട്ടോയെ ലക്ഷ്യമിട്ട് പോയ ന്യൂ ഹൊറൈസോൺസ് പേടകം അതിന്റെ വേഗതയും ദിശയുമൊക്കെ ക്രമീകരിക്കാൻ വേണ്ടി ജൂപ്പിറ്ററിന്റെ അടുത്തുകൂടെ പറന്നുപോയി. അങ്ങനെ പോകുന്നതിനിടയിൽ അയോയുടെ ചിത്രവും പകർത്തിയിരുന്നു. അതിലൂടെ ഒരു അതിശയകരമായ കാഴ്ച കാണാൻ പറ്റി. ട്വാസ്റ്റാർ അഗ്നിപർവ്വതം പൊട്ടിയൊഴുകുന്ന ദൃശ്യമാണ് കണ്ടത്. ഈ വിസ്ഫോടനത്തിൽ നിന്നും പുറത്തു വന്ന പുകപടലങ്ങൾ അയോയുടെ ഉപരിതലത്തിൽ നിന്നും 100 കിലോമീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ വരെ എത്തി.
ഓർക്കുക, നമ്മൾ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അഗ്നിപർവ്വത വിസ്ഫോടനം 1815 ഇന്തോനേഷ്യൻ ദ്വീപിൽ സംഭവിച്ച തംബോര വിസ്ഫോടനമാണ്. ഏകദേശം 100,000-ഓളം പേരുടെ ജീവനെടുത്ത തംബോര വിസ്ഫോടനത്തിൽ നിന്നും വമിച്ച പുകപടലങ്ങൾ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 45 കിലോമീറ്ററോളം ഉയരം വരെയാണ് എത്തിയത്. അപ്പോൾ ഐഒയിൽ കണ്ട അഗ്നിപർവ്വത വിസ്ഫോടനം എത്രത്തോളം വലുതാണെന്ന് ആലോചിച്ചു നോക്കൂ. ഇതിനു പുറമെ വേറെയും ധാരാളം പർവ്വതങ്ങൾ ഐഒയിലുണ്ട്. ബൂസോൾ മോണ്ടസ് എന്ന പർവ്വതമാണ് ഐഒയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം. അതിന് 18 മീറ്ററോളം ഉയരമുണ്ട്. ഭൂമിയിലുള്ള ഒരു പർവ്വതത്തിനും അത്രയും ഉയരമില്ല. ഉപഗ്രഹത്തിൽ കാണുന്ന ഒട്ടുമിക്ക വലിയ പർവ്വതങ്ങളും ശരിക്കും അഗ്നിപർവ്വതങ്ങളാണ്. ഐഒയിൽ ഉൽക്കകൾ വന്ന് പതിച്ചതിൻ്റെ പാടുകളൊന്നും തന്നെ കാണാൻ കഴിയില്ല. എന്നുവെച്ചാൽ അവിടെ ഉൽക്കകളൊന്നും വന്ന് പതിക്കുന്നില്ല എന്നല്ല, മറിച്ച് അങ്ങനെ ഒരു ഉൽക്ക വന്ന് പതിച്ച് ക്രേറ്റർ ഉണ്ടായാലും അതിനെ വളരെ വേഗം തന്നെ അഗ്നിപർവ്വത ദ്രവം മൂടും. ഐഒയുടെ മറ്റൊരു പ്രത്യേകത എന്നത് ഇത് ജൂപ്പിറ്ററിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇടപഴകുന്നതാണ്. ജൂപ്പിറ്ററിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്നത് വളരെ ശക്തമാണ്. ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ 20,000 മടങ്ങ് വരെ ശക്തമായ മാഗ്നറ്റിക് ഫീൽഡാണ് ജൂപ്പിറ്ററിനുള്ളത്. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിലാണ് ഐഒ നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ ഐഒയുടെ അന്തരീക്ഷത്തിലുള്ള പദാർത്ഥങ്ങൾ ഈ മാഗ്നറ്റിക് ഫീൽഡിലുള്ള പദാർത്ഥങ്ങളുമായിട്ട് കൂട്ടിമുട്ടുമ്പോൾ ഭൂമിയുടെ ധ്രുവങ്ങളിൽ കാണുന്നത് പോലത്തെ ഔറോറകൾ ഐഒയിലും ഉണ്ടാകും. പക്ഷേ ഇവിടെ ധ്രുവങ്ങളിൽ മാത്രമല്ല, മറിച്ച് ഐഒയുടെ എല്ലാ ഭാഗങ്ങളിലും ഈ ഔറോറകൾ ഉണ്ടാകും. ഗലീലിയോ പേടകം പകർത്തിയ ഈ ചിത്രത്തിൽ അത് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ കാണുന്ന വ്യത്യസ്തമായ നിറങ്ങൾ സൂചിപ്പിക്കുന്നത് അന്തരീക്ഷത്തിലുള്ള വ്യത്യസ്തമായ പദാർത്ഥങ്ങളെയാണ്. പച്ച നിറം സോഡിയവും ചുവന്ന നിറം ഓക്സിജനും നീല നിറം സൾഫറുമാണ്. മറ്റൊരു കാര്യമെന്നത് ഇത്രയേറെ അഗ്നിപർവ്വതങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ഐഒയുടെ ശരാശരി ഉപരിതല താപനില എന്നത് -130 ഡിഗ്രി സെൽഷ്യസ് ആണ്. സൂര്യനിൽ നിന്നും ഇത് 74 കോടി കിലോമീറ്റർ ദൂരത്തിലാണെന്നതുകൊണ്ട് മാത്രമല്ല, ചൂടിനെ തങ്ങി നിർത്താൻ ആവശ്യമായ കട്ടിയുള്ള ഒരു അന്തരീക്ഷമില്ല എന്നതുമാണ് ഇവിടെ ഇത്രയേറെ തണുപ്പായിരിക്കാനുള്ള കാരണം. പക്ഷേ ഇത് ഐഒയുടെ ശരാശരി താപനിലയുടെ കാര്യമാണ്. അഗ്നിപർവ്വതങ്ങളുള്ള മേഖലകളിൽ 1500 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില എത്താറുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.